പ്രിയമുള്ളവരെ, അറിയണം നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ശീലം എന്താണ്. ഒരു പ്രയാസമുണ്ടായാൽ നമ്മൾ ജനങ്ങളോട് പറയും ദുആ ചെയ്തു തരാൻ. നല്ല കാര്യമാണ്. നമുക്ക് വേണ്ടി മറ്റൊരാൾ ദുആ ചെയ്യുന്നത്, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് വലിയ പ്രതീക്ഷയുള്ള ദുആയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ ശീലിക്കണം. ഒരു വിഷമമുണ്ടായാൽ നല്ല ഒരു ഒതു എടുക്കുക. എന്താണ് നല്ല ഒതു? അറിയുന്ന സുന്നത്തുകളെല്ലാം പാലിച്ച് നല്ല ചിട്ടയോടെ ഒരു ഒതു എടുക്കുക. ഓടിച്ചാടിയുള്ള ഒന്നുമല്ല. അറിയുന്ന സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് ഒരു ഒതു എടുക്കുക. എന്നിട്ട് നല്ല ഒരു 2 റക്അത്ത് നിസ്കാരം. നല്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ അറിയുന്ന സുന്നത്തുകൾ പരമാവധി പാലിച്ച് നല്ല മനസ്സാന്നിധ്യത്തോടെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഖാലിഖായ റബ്ബിനോട് ചോദിക്കുക, അല്ലാഹ് എന്റെ ഇന്നാലിന്റെ വിഷമം മാറ്റിത്തരണേ അല്ലാഹ്. അതിന്റെ പിന്നിൽ ഒരു തടസ്സവും ഇല്ല. ആ ദുആ ഇബാദത്താണ്. ചോദിച്ച കാര്യം കിട്ടിയാൽ വലിയ ഖേമമായി. അത് നമുക്ക് നല്ലതല്ലെങ്കിൽ പകരം വേറെ കിട്ടും. ഇനി ഒന്നും അതിന് ഉത്തരമായി കിട്ടിയില്ലെങ്കിൽ അതൊരു ഇബാദത്താണ്. അദ്ദുആഉൽ ഇബാദ. അതുകൊണ്ട് അങ്ങനെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ വരണം. ഒരു പ്രയാസം ഉണ്ടായാൽ മോളെ കെട്ടിക്കണം, പഠിച്ചോനെ ഒരു വഴിയില്ല, നല്ലൊരു 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ പറയുന്ന നല്ല ശീലം അത് നിലനിർത്തുന്നതോടൊപ്പം നമ്മുടെ സ്വന്തം നമ്മുടെ ഖാലിഖായ റബ്ബിനോട് എല്ലാ സങ്കടവും പറയാം. എല്ലാം പറയാൻ പറ്റുന്ന റഹീമായ ഒരു റബ്ബ് നമുക്കുണ്ട്. ആ റബ്ബിനോട് നമ്മൾ സമയം ചെലവഴിക്കണം. ഇബാദത്ത് ആനന്ദമാണ് നല്ലവർക്ക്. അതാണ് മഹാനവറുകൾ പറയുന്നത്, വല്ലൈല ലില്ലാഹ് ജഅൽതുൻ നഹാറ ലഹും വല്ലൈല ലില്ലാഹ്. ഉടനെ ജനങ്ങളോട് ചോദിച്ചു, അടുത്ത കംപ്ലൈന്റ് എന്താണ്? ഇന്നഹു ലാ യഖ്റുജു ഇലൈനാ യൗമൻ ഫിശ്ശഹരി. മാസത്തിൽ ഒരു ദിവസം മഹാനരായ ഞങ്ങളുടെ അമീർ ജനങ്ങളിലേക്ക് വരാറില്ല. ഒരു ദിവസം ലീവ് എടുക്കുന്നുണ്ട്. ഒരു ദിവസം ലീവ് എടുക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ അറിയണം, മാനേജ്മെന്റ് അറിയാതെ ലീവ് എടുക്കാൻ ചിലപ്പോൾ പറ്റും. പക്ഷേ ആ ലീവിന്റെ കണക്ക് രേഖപ്പെടുത്തുന്ന ഒരു കോടതിയുണ്ട്. അതിനെക്കുറിച്ച് മുവദ്ദിഫീങ്ങളായ ആളുകൾക്ക് ബോധം വേണം. നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ കൃത്യതയുള്ളവരാവണം. മദ്രസ എടുക്കേണ്ട സമയത്ത് കുട്ടികൾക്ക് പാഠം പഠിപ്പിക്കാതെ ഉറങ്ങുന്ന മുഅല്ലിം അടക്കം ഇതിൽ കുറ്റവാളിയാണ്. പാഠമെടുത്തു കൊടുക്കേണ്ട നേരത്തെ എടുക്കാതെ കറങ്ങി നടക്കുന്ന അധ്യാപകർ, മുഅല്ലിമുകൾ, അവരും ആലോചിക്കണം. ചിലപ്പോൾ മാനേജ്മെന്റുകളൊന്നും നോക്കാൻ അധികമില്ലാത്തൊരു സ്ഥാപനത്തിലായിരിക്കാം. ഇന്ന് ക്ലാസ് മുടങ്ങിയാൽ ആരും ചോദിക്കാനില്ല. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയോട് കൃത്യത വേണം, അതിനോട് ആത്മാർത്ഥത വേണം. ദീനീ സേവന മേഖലയിലാണെങ്കിൽ കൂടുതൽ പ്രാധാന്യത്തോടെ സേവനം ചെയ്യണം. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഓഫീസിൽ വരാറില്ല. വമാ ഹാദാ യാ സഈദ്, എന്തേ സഈദേ ഈ കംപ്ലൈന്റിന്റെ രഹസ്യം എന്താണ്? ഉടനെ മഹാനവറുകൾ പറയുകയാണ്, വലൈസ ഇൻദീ സിയാബുൻ ഗൈറുല്ലതീ അലയ്യ. എനിക്ക് ഒരു കൂട്ട് വസ്ത്രമേ ഉള്ളൂ. ഫാനഗ്സിലുഹാ ഫിശ്ശഹരി മർറ. മാസത്തിൽ ഒരു ദിവസം അതൊന്ന് കഴുകി ആറാനിടും. വഅന്തലറുഹാ ഹത്താ തജിഫ. അതൊന്ന് ആറിക്കിട്ടുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ثم أخرج إليهم في آخر النهار. അന്നത്തെ ദിവസം എനിക്ക് വൈകുന്നേരമേ ഓഫീസിൽ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനരായ ഗവർണർ പറയുകയാണ്, എനിക്കൊരു കൂട്ട് വസ്ത്രമേ ഉള്ളൂ, വേറെയില്ല. അതല്ലേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കരഞ്ഞുപോയത്. എത്ര വലിയ ദുനിയാവാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ഖബറടക്കുന്ന നേരം അവിടുത്തെ ജനാസയെന്ന് പൊതിയാൻ ഞങ്ങളുടെ പക്കലുള്ള വസ്ത്രത്തിന് നീളമുണ്ടായിരുന്നില്ല.
തലമറയ്ക്കുമ്പോൾ കാല് മറഞ്ഞില്ല, കാല് മറയ്ക്കുമ്പോൾ തലമറയുന്നില്ല. ജനാസയൊന്ന് ശരിക്ക് പൊതിയാനൊരു വസ്ത്രമുണ്ടായില്ല. അവസാനം ആ വസ്ത്രം തലമറച്ച് ജനാസ പൊതിഞ്ഞിട്ട് കാലിന്റെ ഭാഗത്ത് പുല്ല് വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളെ ഖബറടക്കിയതെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഓർത്തുകൊണ്ട് കരയുകയാണ്. എത്ര ലളിതമായ ജീവിതം, എത്ര ദാരിദ്ര്യത്തിന്റെ കയറ്റിലൂടെ കടന്നു വന്ന ഇസ്ലാം. പണം കണ്ടപ്പോഴേക്ക് മതം മറക്കുന്നവരെ പഠിക്കണം. ആർഭാടങ്ങളുടെ വസ്ത്രക്കൂട്ടങ്ങൾ മതിയാവാത്ത കുടുംബങ്ങൾ വായിക്കണം. ഒരു കല്യാണത്തിനടുത്ത് അടുത്ത കല്യാണത്തിന് വേറെയും വേണം. ഇന്ന് കണിശത പിടിക്കുന്ന കുടുംബിനികളെ, നിങ്ങൾ ജാടയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യകളെ കുറിച്ച് ബോധം വേണം. ആവശ്യത്തിന് കൊടുക്കാൻ ആളുകളുടെ കയ്യിലില്ല, ആർഭാടങ്ങൾക്ക് കൊടുക്കാൻ അവരുടെ പക്കലുണ്ട്. മക്കൾ വന്ന് കളിക്കോപ്പിന് ചോദിച്ചാൽ 1000 എടുത്തു കൊടുക്കാൻ മടിയില്ല. യത്തീംഖാനയിൽ പിരിവിന് വരുമ്പോ 10 രൂപ കൊടുക്കാൻ വയ്യ. നമ്മുടെ മനോഗതികൾ അങ്ങനെയാണ്. നിർമ്മാണാത്മകമായി നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാൻ ഒരുക്കമുള്ളവർ ഇല്ല. അതേ സമയത്ത് അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു കളയുകയാണ്. ഇവിടെയാണ് ഇസ്ലാമിക ലോകത്തെ ഗവർണറെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏതോ ഒരു ചെരുവിൽ താമസിച്ച അടിമയെ കുറിച്ചല്ല ഞാൻ വായിക്കുന്നത്. ഹിംസിലെ ഗവർണറുടെ കഥയാണ് നിങ്ങളോട് പറയുന്നത്. അന്നത്തെ അമീറാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ. ഞാൻ ചുരുക്കുകയാണ്. ആ നാട്ടുകാരോട് ചോദിച്ചു, 4ാമത്തെ കംപ്ലൈന്റ് എന്താണ്? 4ാമത്തെ കംപ്ലൈന്റ് എന്താണ്? മറ്റൊന്നുമല്ല, തുസീബുഹു മിൻ ഹീനിൻ ഇലാ ആഖറ ഖശിയതൻ ഫയഗീബു അമ്മൻ ഫീ മജ്ലിസിഹി. ചിലപ്പോൾ ഞങ്ങളുടെ അമീർ ബോധരഹിതനായി വീഴാറുണ്ട്. ഏറെ നേരത്തേക്ക് പിന്നെ ബോധം തെളിയൂല. സദസ്സ് മുഴുവനും പിരിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രയാസം അപ്പോഴിപ്പോൾ ഞങ്ങളുടെ അമീറിനുണ്ടാവാറുണ്ട്. അത് ഞങ്ങൾക്കൊരു കംപ്ലൈന്റാണ്. ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നു, എന്താണ് സഈദേ? ഉടനെ മാനവകൾ പറയാണ്, ഷഹിദ്തു മസ്റഅ ഖുബൈബ് ബിൻ അദീ വഅന മുശ്രികുൻ. അങ്ങ് തൻഈമിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേക്ക് കൊന്നുകളഞ്ഞ നേരത്ത് ഞാൻ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിരുന്ന ആളാണ്. ഞാൻ അന്ന് സാക്ഷിയായ ആളാണ്. മക്കയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരെ മസ്ജിദ് ആയിഷ ഉംറപ്പള്ളി നിലകൊള്ളുന്ന സ്ഥലത്ത് മിഹ്റാബിൽ ഖിബിലയ്ക്ക് മുന്നിട്ട് നിൽക്കുമ്പോൾ ഇടത് സൈഡിലുള്ള മലയുടെയും തൻഈം പള്ളിയുടെയും താഴ്വരയിൽ വെച്ചാണ് ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ കഴുകിലേറ്റി കളഞ്ഞത്. ആ രംഗത്തിന് ഞാനന്ന് സാക്ഷിയാണ്. ഞാനന്നൊരു മുസ്ലിമായിരുന്നില്ല. ഞാനങ്ങനെ ആ ശരീരത്തെ മുറിച്ചു കളയുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. ആ സമയത്ത് അവര് ചോദിച്ചു, മുഹമ്മദുൻ മകാനക്. അല്ലയോ ഖുബൈബേ, നിങ്ങളുടെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബി ആയിരുന്നെങ്കിൽ എന്നത് നിങ്ങൾ ഇഷ്ടം വെക്കുന്നുണ്ടോ എന്ന് ഖുബൈബ് എന്നവരോട് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഖുബൈബ് പറഞ്ഞ മറുപടി എന്റെ ഓർമ്മയിലുണ്ട്. വല്ലാഹി മാ ഉഹിബ്ബു അൻ അകൂന ആമിനൻ ഫീ അഹ്ലി വവലദി വഅന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തശൂഖുഹു ശൗകാ. ഞാൻ എന്റെ വീട്ടിൽ സുരക്ഷിതനായിരിക്കുമ്പോ എന്റെ ഹബീബായ തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും ഞാൻ സഹിക്കൂല എന്ന് ഖുബൈബ് എന്നവര് പറഞ്ഞ് മരണം ഏറ്റെടുത്തു. അന്നവിടെ ഷഹീദായി. ആ രംഗം എന്റെ മനസ്സിലേക്ക് വരികയാണ്. എന്നെ വേദനിപ്പിക്കുന്നത് അതല്ല. وإني والله ما ذكرت ذلك اليوم وكيف أني تركت نصرته إلا ظننت أن الله لا يغفر لي.
അന്നെനിക്ക് ആ കാപാലികന്മാരുടെ കൈപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ ക്രൂരകൃത്യത്തിന് സാക്ഷിയാകേണ്ടി വന്നല്ലോ, അത് നാളെ എനിക്ക് പുറത്തു കിട്ടുമോ? ഈ പേടിയെന്ന് മനസ്സിൽ വരുമ്പോഴാണ് ഞാൻ ബോധരഹിതനായി പോകുന്നതെന്ന് സയ്യിദുനാ സഈദ്